എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. എല്ലാവർക്കും ആദ്യമായിട്ട് പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. അതോടൊപ്പം ചില ആശങ്കകൾ ഞാൻ ഈ സമയം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിസ്ഥിതി ദിനം ഇല്ലെങ്കിൽ പരിസ്ഥിതി ദിനാഘോഷം ഇല്ലേ, അത് അങ്ങനെ ഒരു ദിവസം എന്ന് പറയുന്നത് കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു ദിവസമായിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയുടെ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടാകുമ്പോൾ നമുക്ക് തോന്നുക. കാരണം ഈ വനത്തിൽ നിൽക്കുന്ന മരങ്ങൾ, ഈ പല ജാതിയിൽപ്പെട്ട മരങ്ങൾ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ മറ്റ് പല സാമൂഹ്യ സംഘടനകൾ ഇവരെല്ലാം ചേർന്ന് ഓരോ സ്കൂളുകളിൽ, നഴ്സറി സ്കൂളുകളിൽ, അല്ലാത്ത സ്കൂളുകളിൽ, കോളേജുകളിൽ ഇല്ലെ പ്രാദേശികമായിട്ടുള്ള ക്ലബ്ബുകളിലൊക്കെ കൊടുത്തിട്ട് റോഡ് സൈഡിൽ കൂടെ കൊണ്ട് വെച്ച് പിടിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് പരിസ്ഥിതി ഈ ദിവസം എന്ന് പറഞ്ഞാൽ അത് മരങ്ങൾ നടാനുള്ള ഒരു സംവിധാനമാണ് എന്നാണ് ഒരു തെറ്റായ ധാരണ ഈ പുതിയ തലമുറകളിൽ പരന്നിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കില്ലാതെ ഇല്ല. ഈ പരിസ്ഥിതി സംരക്ഷിക്കാൻ തന്നെ മരങ്ങൾ മാത്രമല്ലല്ലോ, ഇപ്പം ഈ എന്തെല്ലാം കാര്യങ്ങളല്ലാതെ നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റും. ഈ നാട്ടിലുള്ള പ്ലാസ്റ്റിക്കുകൾ ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ പ്ലാസ്റ്റിക്കുകൾ ക്ലീൻ ചെയ്യുന്ന കൂടെ തന്നെ ഒരു കാര്യം ഞാൻ പറയും, ഈ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക്കിനെ നിരോധിക്കുക, പ്ലാസ്റ്റിക് കുപ്പികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരോധിക്കുക. അതൊന്നും ചെയ്യാതെ ഇപ്പോൾ ഈ വനം സംരക്ഷിക്കാതെ ഇപ്പോൾ ഈ വനത്തിലുണ്ടായിരുന്ന സാധനങ്ങൾ, വനത്തിലുണ്ടായിരുന്ന ഈ ചെടികൾ, ഇതാണല്ലോ നമ്മളിപ്പോൾ ഈ നാട്ടിൽ കൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി മൃഗങ്ങൾ, വന്യജീവികളായിട്ടുള്ള ആളുകൾ, പന്നിയായാലും പോത്തായാലും കടുവയായാലും ആനയായാലും അത് റോഡിലും ടൗണുകളിലേക്ക് എത്താൻ തുടങ്ങി. അപ്പം പിന്നെ അവരെ പ്രത്യേകിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല, അവരിവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു ആവാസ വ്യവസ്ഥ സ്ഥാപിക്കാനായിട്ടുള്ള നിലയിലാണ് നമ്മളിപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർ ഇല്ലെങ്കിൽ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകാർ പല വൃക്ഷത്തൈകളും വൻ വൃക്ഷങ്ങളുടെ തൈകളാണ് അവിടെ കൊടുക്കുന്നത്. അത് ഈ പാവപ്പെട്ട കുരുന്നുകൾ അവരുടെ തിരിച്ചറിവില്ലാതെ അവരുടെ വീടുകളിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് നടന്നു. അങ്ങനെ ഒരു സ്വാഭാവിക മരമായിട്ട് രൂപം പ്രാപിക്കാനാണ് ഇത് സാധിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നിർത്തലാക്കിക്കൊണ്ട്, അത് മാത്രമല്ലല്ലോ നമ്മുടെ ഈ പരിസ്ഥിതി ആഘോഷം എന്ന് പറഞ്ഞാൽ, ഇപ്പം പരിസ്ഥിതി സംരക്ഷിക്കാൻ നമ്മുടെ ജലം സംരക്ഷിക്കണം, പുഴ സംരക്ഷിക്കണം. നമുക്കറിയാം, ഒരു ചെറിയ മഴ പെയ്താൽ അന്നേരം നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം എവിടെയായാലും ഏത് നാട്ടിലായാലും വെള്ളപ്പൊക്കം, മലയിടിച്ചിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ പുഴയിലുള്ള മണൽ വാരിയൽ, ഈ തോട്ടിലുള്ള മണൽ വാരിയൽ, കൃത്യമായിട്ടുള്ള ഡ്രെയിനേജുകൾ ക്ലീൻ ചെയ്ത് വിട്ടാൽ ഈ നാട്ടിലുള്ള റോഡ് സൈഡിലുള്ള ഓടകളൊക്കെ ആനകൾ വൃത്തിയാക്കി അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഈ പരിസ്ഥിതി സംരക്ഷിക്കും. കാരണം മഴ പെയ്താൽ വെള്ളം സുഗമമായിട്ട് ഒഴുകി പോകും. അല്ലാണ്ട് ഇത് ഈ മണൽ മാഫിയാണ്, ഇതാണ് ഓരോ പേരിട്ട് വിളിച്ച് ഈ പുഴയിലുള്ള ഈ മണലുകൾ അവിടെ തന്നെ അടിഞ്ഞുകൂടി പുതിയ മഴവെള്ളം വരുമ്പോൾ ഇതിനകത്തേക്ക് ഒഴുകി ചെല്ലാനുള്ളൊരു ഇല്ലെങ്കിൽ ഒഴുകി മാറാനുള്ളൊരു സംവിധാനം ഈ പുഴകൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ പുഴകൾ കരകവിഞ്ഞൊഴുകും, വെള്ളപ്പൊക്കം ഉണ്ടാകും, ആളുകളുടെ വീടുകളിൽ ഒന്നാം നിലയിൽ രണ്ടാം നിലയിൽ വരെ വെള്ളം കയറുന്ന ഒരു സംവിധാനം ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിസ്ഥിതിവാദികളൊന്ന് കാണാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പരിസ്ഥിതിവാദികൾ എന്ന് പറഞ്ഞാൽ കപടവാദികളാണ്. അവർക്ക് എന്തൊക്കെയോ ഗൂഢമായി എല്ലാവരും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ പഠിക്കാതെ ഈ പരിസ്ഥിതി സ്നേഹം പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ ഈ പരിസ്ഥിതിയെ സ്നേഹിക്കണമെങ്കിൽ ആളുകൾ ഈ മരം നട്ടുപിടിക്കൽ മാത്രമല്ല, ബാക്കിയുള്ള ഒരുപാട് ഇപ്പോൾ ഈ മൃഗശല്യങ്ങൾ, ഈ മൃഗങ്ങളും കൂടെ അറിയാനുള്ള കാരണം എന്നാ, വനത്തിൽ കൊണ്ടുപോയി ഇവിടെ നിൽക്കേണ്ടതായിട്ടുള്ള ഈ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതായിട്ടുള്ള ജീവികളുടെ ആവാസ വ്യവസ്ഥ തറക്കുന്ന രീതിയിലുള്ള മഞ്ഞക്കൊന്ന, അക്കേഷ്യ, പൊങ്ങല്യം, അങ്ങനെ ഈ മറ്റ് പല അതിൻ്റെ ഇല വീണ് കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത തരത്തിൽ മൃഗങ്ങൾക്ക് അതിൽ വെള്ളം കംപ്ലീറ്റ് വലിച്ചെടുക്കുന്ന യൂക്കാലി പോലുള്ള സാധനങ്ങൾ, മൃഗങ്ങൾക്ക് ജലം കിട്ടാനില്ല, അവർക്ക് തിന്നാൻ ഭക്ഷണമില്ല വരുമ്പോൾ അവർ ഈ റോഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവരെ ഈ റോഡിലേക്ക് ഇല്ലെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങാതെ അവരെ വനത്തിൽ തന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് ആ രീതിയിലുള്ള പ്രകൃതി സംരക്ഷണവും ഇല്ല പരിസ്ഥിതി സംരക്ഷണവും നമുക്കാകാമല്ലോ. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഈ കുറേ മരങ്ങൾ കൊണ്ട് നടുക, എന്നിട്ട് അതിന് പേരിൽ കോടാനുകോടികളുടെ ഫണ്ടാണ് ഇത് കൈമാറി പോകുന്നതെന്ന് പറയുന്നത്. കാരണം ഈ മരമൊന്നും ഈ തൈകളൊന്നും ചുമ്മാ കിട്ടുകയില്ല. ഇത് എവിടുന്നെങ്കിലും ആരെ കൊണ്ട് കൊട്ടേഷൻ കൊടുത്ത് ഇല്ലേ ഒരു കോൺട്രാക്റ്റ് കൊടുത്ത് അവർ ഇത്ര ലക്ഷം തൈകൾ എന്ന് പറഞ്ഞാൽ അതിന് പൈസ കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്ന് കുറേ ആൾക്കാർ നടും, കുറേ ആൾക്കാർ നടുകയില്ല. ഇല്ലെങ്കിൽ സോഷ്യൽ ഫോറസ്റ്റിൽ നിന്നൊക്കെ ഒരു വഴിയുടെ സൈഡിൽ കൂടെ കൊണ്ട് മരം വളർത്താൻ വേണ്ടി വണ്ടിക്കാരുടെ കാഴ്ച മറക്കാവുന്ന രീതിയിൽ ഈ മരമെല്ലാം ഞങ്ങൾ വളവിലൊക്കെ കൊണ്ടുവച്ചിട്ട് ഈ കാഴ്ച മറച്ച് അങ്ങനെ അപകടം ഉണ്ടാകുന്ന സംവിധാനങ്ങളുണ്ട്. അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വനത്തിൽ ഈ അവസാനമൊന്നുമില്ല. വനത്തിൽ ഇവിടെയുള്ള മനുഷ്യന് ഇല്ലെങ്കിൽ മൃഗങ്ങൾക്കൊരു ഉപകാരവും ഇല്ലാത്ത സാധനങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിസ്ഥിതി ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. പരിസ്ഥിതി ദിനാശംസ എല്ലാവർക്കും നേർന്നു കഴിഞ്ഞു. ഈ ഇങ്ങനെയുള്ള പരിസ്ഥിതികളോടും പ്രതിസന്ധികളോടും വന്യമൃഗങ്ങളോടും ഇല്ല ഈ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി ഇല്ല ജീവിക്കാൻ വേണ്ടി വളരെ ത്യാഗത്തോടും കഷ്ടപ്പാടോടും കൂടി ജീവിച്ചു വന്ന ഒരു തലമുറ ഇല്ല മുൻ തലമുറകളുണ്ട് നമുക്ക്. അതിനകത്ത് ഒരു 98 വയസ്സുകാരിയായിട്ടുള്ള ഒരു അമ്മ ഇല്ലേ, ഒരു വല്യമ്മ, ഒരു അമ്മച്ചി, ആ അമ്മച്ചിയുടെ അനുഭവങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് കേൾക്കുകയുണ്ടായി. അത് നമ്മളെ ത്രസിപ്പിക്കുന്നതാണ്. കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് കേട്ടിട്ടില്ലാത്ത ഇല്ലെങ്കിൽ കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത, സ്വന്തമായിട്ട് പുലിയോട് നേരിട്ട ഇല്ല പുലിയെ അടിച്ചോടിച്ച തരത്തിലുള്ള ഒരാൾ ഇല്ല, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാടുകളിൽ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും പരിസ്ഥിതി സംരക്ഷിക്കാതിരിക്കാൻ വേണ്ടിയല്ല, അവർക്ക് ജീവിക്കാൻ വേണ്ടി അങ്ങനെ ഈ പുലിയോടും മലമ്പന്നിയോടും കാട്ടാനയോടും കടുവയോടും എല്ലാ തരം ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളോടും പ്രതിരോധിച്ച് ജീവിച്ചു വന്നൊരു തലമുറയാണ് ഈ ഹൈറേഞ്ച് മേഖലകളിൽ ഇല്ലെങ്കിൽ വയനാട് മേഖലകളിൽ ഉള്ളത്.
അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കളിയാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ്. കാരണം അവരൊരു കാലത്ത് മരം വെട്ടിയെങ്കിൽ അത് ജീവിക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ മരം വെട്ടുന്നതിനോട് ഞാൻ യോജിപ്പല്ല, മരം വെട്ടണം എന്നല്ല പറയുന്നത്, അത് ജീവിക്കാൻ വേണ്ടി അവർ ഈ മൃഗങ്ങളെ ആട്ടി ഓടിച്ചെങ്കിൽ ഇപ്പോൾ ആ മൃഗങ്ങളെ വിളിച്ചു വരുത്തുന്ന സംവിധാനങ്ങളാണ് ഈ പരിസ്ഥിതി സ്നേഹം കൊണ്ട് ഇപ്പോൾ നമ്മുടെ ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ അന്നമ്മ അമ്മച്ചിയുടെ കുറച്ച് വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. നെല്ല് കഷ്ടപ്പെടുന്നത് മിച്ചം. കൊയ്ത് തല കരഞ്ഞ് വീഴാൻ തുടങ്ങിയായിട്ട് വെള്ളം കുടിക്കാൻ ഇല്ല, വെള്ളമൊന്നും ഇല്ല. അങ്ങനെ അത്രയും വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ഞങ്ങൾ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങേ കഷ്ടപ്പാടിൻ്റെ അങ്ങേ അറ്റത്ത് ചെന്ന് എന്നേക്ക് വന്ന അതിനൊരു കൂക്കുമില്ല. എന്നാ പുലി വന്നാലും ഇല്ല, ആര് വന്നാലും വെറുതെ വിടുകയില്ല. അതിന് സർക്കാരിൻ്റെ നയങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ല, അതിന് ഫോറസ്റ്റുകാരൊന്നും നമുക്ക് പ്രശ്നമല്ല. ഓ പുലിയൊക്കെ നിങ്ങൾക്കൊക്കെയാ പ്രശ്നം. ഇതിനെ കണ്ടു കഴിയുമ്പോഴേ ആഴെ വീടും നോക്കും. നമ്മളതിനൊക്കെ കൈ കൊണ്ട് നേരിടും. നമ്മളതിനെ കൈ കൊണ്ട് നേരിടും അല്ലേ? കൈ കൊണ്ടാണ് എന്നാ മതി. ഒരൊറ്റ തട്ട. പിന്നെ എന്നാ കാണിക്കും അതിനെ? പിന്നെ പുലി വന്നാൽ എന്നാ ചെയ്യും? പുലി വന്നാൽ ഒരൊറ്റ തട്ട, ഇങ്ങനെ ഇങ്ങനെ ഒരു തട്ട കഴിക്കിട്ട് എന്നാലേ ഇവിടെ എല്ലാം കഴിയും. അല്ല പണ്ട് അമ്മച്ചി അപ്പൊ പുലിനെ പിടിച്ചു എന്ന് പറഞ്ഞത് എങ്ങനെയാ? ഞാൻ പുലിയെ പിടിച്ചത് പിന്നെ എൻ്റെ അടുത്തൊരു മരം ഉണ്ടായിരുന്നു. ആ മരം ഉണ്ടായി വരുന്നേ അതിഞ്ഞ വലിച്ച് ഇരുന്ന് എടുത്തു അതിൻ്റെ രണ്ടേ അകരം. എന്നിട്ട് അടി അങ്ങ് ഇനിയില്ലേ അടിച്ചടിച്ച് ഞാൻ വശം കെട്ടതല്ല. പിന്നെ എന്നെ ക്രാസ് ചെയ്തുകൊണ്ട് അമർത്തുകൊണ്ട് എഴുന്നേറ്റ് വരും. എന്നാൽ ഇനി നിന്നെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ ആ മരം ഒരു ഇത്രയും വണ്ണമുള്ള ഒരു മരമായിരുന്നു. ഇരുപൂളെന്ന് പറയും. അത് തീർന്നു കഴിഞ്ഞപ്പം ഇനി നീ നിൻ്റെ പാട്ടിൽ നോക്കും, ഇനി നീ ജീവിക്കില്ല. അതുപോലെ കൊടുത്തു. തലയ്ക്ക് തന്നെയാകും. തലയ്ക്ക് കൊടുത്തല്ലേ അന്ന് തോക്കൊക്കെ ഇല്ലേ വീട്ടില്? തോക്കൊക്കെ ഉണ്ടല്ലേ അത് ചേട്ടായി തോക്കും കൊണ്ട് ആ പുറകെ ഒരു 10,000 ഉണ്ട് കൊടുക്കാതിരിക്കാം. എന്ത് പട്ടിണി കിടന്നിട്ടുണ്ട് പറയുന്നതിനും ഒരു നാണവുമില്ല. അനുഭവിച്ചതൊക്കെ പറയുന്നതന്നെ. അന്ന് വേറെ ഒന്നും ഇല്ല, പട്ടിണി അല്ലാതെ വേറെ ഒന്നും ഇല്ല. ഒന്നും പട്ടിണി വേണ്ടേ വേണ്ട, പട്ടിണി വേണ്ടേ വേണ്ട എന്ന് പറയും. കാരിക്കൊണ്ട് കുത്തിരി നടന്നു. പിന്നെ പള്ളിയായി, പള്ളിക്കുടവായി, മുസ്ലിം പള്ളിയായി, നമ്മുടെ പള്ളിയായി, പള്ളിക്കുടവായി, അങ്ങനെ സാധനങ്ങളെല്ലാമായി. സ്കൂളൊക്കെ ഉണ്ടായി. പഴയ പാട്ട് വല്ലതും അറിയാവോ? പാടാവോ? പഴയ പാട്ടൊക്കെ എല്ലാം മറന്നുപോയി. നിങ്ങളെ തോക്കുണ്ടായിരുന്നോ? പിന്നെ തോക്കാ നിങ്ങളെങ്ങനെ പുലിയെ ഓടിച്ചോണ്ടിരുന്നേ? പുലിയെ കൈ കൊണ്ട് പുലിയെ ഓടിക്കുമോ? വടി വെച്ചിട്ടടിക്കും. അന്ന് തോക്കില്ലല്ലോ, അന്ന് തോക്കൊന്നും ഇല്ലല്ലോ വെടിവെക്കാൻ. ഉള്ളവരോ ഉണ്ട്, ഇങ്ങോട്ടെങ്കിലും പ്രവേശിക്കില്ല. ആന ഇറങ്ങുമായിരുന്നു അല്ലേ? ആന ഇഷ്ടം പോലെ. ആണോ? ആന വന്ന് നമ്മൾ വാഴ പിടിച്ചു. ആണോ? ഇത് കൊലയൊക്കെ ചായച്ച് ഇട്ടേച്ച് കടിച്ചു പിടിച്ച്
തിന്നുകയില്ല. ആ ചക്കയായിരിക്കും ആന ഏറ്റവും കൂടുതൽ തിന്നുന്നത് അല്ലേ? ആ ചക്കയാ കൂടുതൽ ഉം. ഏത്തക്കായും. ഏത്തക്കായ ആനയ്ക്ക് ഇഷ്ടമല്ലേ? ഏത്തക്കായ ഇങ്ങോട്ട് പടല ഇങ്ങനെ തട്ടി കൊടുക്കും. ആ തട്ടിയെടുത്തിട്ട് ഒരു പ്രാവശ്യം കിടന്നുറങ്ങിയപ്പോൾ പുലി വന്ന് സൈഡിൽ മറയുടെ അപ്പുറം നിന്നതൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ആ അതൊക്കെ മറ്റേ നിങ്ങൾ ഓർക്കുന്നു. ആ അല്ല അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുലിയെ പേടിച്ചിട്ട് ഏർമാടത്തേക്ക് ആര് അയാള് പുലിയെ പേടിച്ച് ഏർമാടത്തെ കയറി എന്നിട്ട് ഏർമാടത്തെ താഴേക്ക് പോയി. അവിടെ പോയി. എന്നിട്ട് പുലി പിടിച്ചോ? ആ പുലി പിടിച്ചു. ഏത് ആരെ പുലിയുടെ പേരെന്നാ? ഏത് പാപ്പഞ്ഞേട്ടൻ? ഏത് പാപ്പഞ്ഞേട്ടൻ? ആ പെരിക്കടി പാപ്പഞ്ഞ. ഓ അതാണ് പുള്ളിക്ക് ചട്ട്. ആ അതാ ചത്തത്. അല്ല കാലേ ചട്ട് വന്നത് അതുകൊണ്ടാണോ മുടഞ്ഞ് മുടഞ്ഞ് നടക്കുന്നത്? ആ ഒരു എടാ വെന്തു പോയടാ ഇവിടെ ഒക്കെ. ആണോ? ആ കടലേരി കൊണ്ടുപോയി ഇട്ട് ചികിത്സിച്ചതാണ്. ആ എന്നിട്ട് ആ എന്നാ ഏർമാടം വലിയതായിരുന്നു. അവിടെ പുലി എത്തുകയില്ല. ആ ആ എന്നാലും ആ ഏർമാടത്തെ ആണോ? എകരവേ ഉം, ഉം, ഉം. അതേ കയറി ഇരിക്കും. ഇതിന് താഴെ ഇറങ്ങാൻ ഇച്ചിരി ഇയാളിട്ട് ഉം, ഉം. അപ്പോൾ പുലി പിടിച്ചു. നീ പിടിച്ചു പോയി. ഉം, എല്ലാവരോടും പറഞ്ഞു വിളിച്ച് ഉം. വിളിച്ചിട്ടുണ്ടായി പിടിക്കുന്നു. പിറ്റേത്തെ നന്നായിരുന്നു. ആ പിറ്റേത്തെ കൂടിയപ്പോൾ എന്ത് കഷ്ടമാണ്. ഇപ്പം എത്ര വയസ്സുണ്ട്? ഇപ്പം എത്ര വയസ്സുണ്ട്? എനിക്കോ? ഉം. ആ എനിക്ക് എത്ര വയസ്സാണ്? എനിക്ക് എന്നാലും 98. പെൻഷൻ കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ. പെൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു. ആ ഇപ്പോൾ ഇല്ല. അതിനെ പറ്റി ആ എന്നെ പറ്റിയൊന്നും അയാൾക്ക് ആർക്കാ? പൈസ കൊടുക്കുന്നു. ഇപ്പം എത്ര നാളായി കിട്ടിയിട്ട്? ഇപ്പം എത്ര നാളായി കിട്ടിയിട്ട്? 2 മാസമായി. 2 മാസം മുമ്പ് കിട്ടിയായിരുന്നോ? എത്ര പൈസ ഉണ്ട് ഒരു മാസം? 100 രൂപ. അതൊക്കെ പഴയ കാലത്തല്ലേ. ഇപ്പം 1600 രൂപയുണ്ട്. 1600. അതാ പറഞ്ഞ എല്ലാം കള്ളന്മാരാണ്. ആ നമുക്ക് തരികയില്ല. ഈ ഈശ്വരൊക്കെ ഈശ്വരൊക്കെ താത്തണ്ടേ. അത് വേണം. അതിനോടൊക്കെ അത് നമ്മുടെ ഉള്ളൂ. അതിനായിട്ട് എൻ്റെ ഒരു കൊച്ചിനെ പിടിച്ച് വെച്ചിരിക്കുന്നു. ആ, ആ. അതാരാ? അവൻ ജോലി ചെയ്യുമല്ലേ? ജോലി ചെയ്യുകയാണെങ്കിലും അവിടെ ആ ഇത് ഇപ്പം കയറിയതല്ലേ? ഇപ്പോൾ അല്ലല്ലേ. ആ ആ അവിടുന്ന് അവനൊരു വർഷം. വിടുകയില്ല. ആ അവനെ അയാൾ വിടുകയില്ല. അവൻ നല്ലതിന് നിൽക്കുന്ന അവന് ജോലി ചെയ്യുക അവനവിടെ. അയാൾ പോകുന്ന വഴിയെല്ലാം അവനെ വിടും. നല്ല കാര്യമല്ലേ? അവന് നല്ല സ്ഥാനത്തല്ലേ അവൻ. കോയമ്പത്തൂരി എന്നപ്പം വിളമ്പി കൊടുത്തതൊക്കെ അങ്ങനെയാ ഞാൻ പഠിച്ചത്. അവൻ വിളമ്പി കൊടുക്കാനാണല്ലോ അവൻ പഠിച്ചത്. അത് വലിയ പഠിപ്പാ. ആ വലിയ ആൾക്കാർക്കൊക്കെ വിളമ്പി കൊടുക്കാൻ വലിയ പഠിക്കും. ആൾക്കാരാ. അത് നന്നായി എന്നായിരുന്നു. അത് നന്നായി. ഈ മന്ത്രിമാരുടെയൊക്കെ പേര് വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ അതിന് ഒരു വേറെ കേസ് വന്നത്. ഇനി വന്നാൽ വിളിക്കും. ആണോ? അപ്പൊ ഇത്രയും നാളായിട്ട് പൈസ കിട്ടാത്തതിന് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അപ്പൊ വിളിക്കണം തോന്നുന്നില്ല. ഇല്ല. പൈസ എപ്പോഴും അത്യാവശ്യം.
അതെന്നാ തരാത്തെന്നാ അവർ പറയുന്നത്? പൈസ പെൻഷൻ ഒന്നും തരാത്ത? പെൻഷൻ തരാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇല്ല, തരാനില്ല. മുഷ്ക നമുക്ക് അതിനെതിരെ ഒരു സമരം ചെയ്യണ്ടേ? അപ്പോൾ അതിനെതിരെ ഒരു സമരം നടത്തിയാലോ? നമുക്ക് പൈസ തരാത്തതിനെതിരെ ഒരു സമരം നടത്തിയാലോ? സമരം ആ, നമുക്ക് പൈസ വേണം, നമുക്ക് ജീവിക്കണ്ടേ? അത് തന്നെ. ഇതിലെ അതിനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതെ, അത് തന്നെ നല്ല കാര്യം. അപ്പോൾ നമുക്ക് ഒറ്റ സമരം പ്രഖ്യാപിച്ചേക്കാം. അപ്പോൾ നമുക്കൊരു സമരം അങ്ങ് ചെയ്തേക്കാം. നമുക്ക് അവകാശപ്പെട്ട പെൻഷൻ നമുക്ക് കിട്ടണം. ആ, അതിന് നമുക്ക് ഈ രാഷ്ട്രീയക്കാരൻ നമ്മുടെ കാര്യമില്ല. പുലി എന്താ അതിനെ കറി വെക്കുവാണോ ഇതൊന്ന്? പുലിയിറച്ചി നല്ലതല്ലേ? അതെ അല്ലേ? നല്ല രുചിയാണ്. ഇപ്പൊ ഒക്കെ തിന്നാ, ഇപ്പൊ പുലിനെ തിന്നാൻ പറ്റുമോ? പിന്നെന്നാ സർക്കാർ സമ്മതിക്കുമോ? സർക്കാരോ അയാളോട് പോകാൻ പറയും. ഇപ്പൊ നാട്ടിലെ നിയമമൊക്കെ ഒത്തിരി വ്യത്യാസമായാലും ഇവിടേക്ക് പുലി വരുമോ? ആനയൊക്കെ വരുമോ? ആനയും പുലിയും ഒക്കെ ഉള്ളൂ. മനുഷ്യന് ഇറങ്ങി നടക്കാൻ മേല. മനുഷ്യനിറങ്ങി നടക്കാൻ മേല. ആ മനുഷ്യന് പിന്നെ ആന നല്ല മൂത്ത ഇങ്ങനെ ഞങ്ങൾ കൊച്ചിങ്ങടെയൊക്കെ ഇട്ടുള്ള കടലിൽ ഇങ്ങനെ കുറ്റിയാൽ കുറ്റി പോലെ ഉണ്ടാക്കി ചാരി കിടക്കുക കടലിൽ. എന്നാലും ആന വലിച്ചൊടിക്കുക, പടല വലിച്ചൊടിച്ച് അങ്ങനെ അത് കയറ്റി ഒറ്റ കാർത്തിയാണ് ആന. അന്നത്തെ അത്ര ശല്യം ഉണ്ടോ? അന്നത്തേക്കാൾ കൂടുതലാണോ? പഴയ കാലത്തേക്കാൾ മൃഗശല്യം കൂടുതലാണോ ഇപ്പോൾ? ഇപ്പോൾ ആന ശല്യം ഇല്ല. ഇല്ല. ഇപ്പം മഴക്കൊലയൊക്കെ കൊല നിന്ന് പഴുക്കാം. പഴുത്തിട്ട് ഇതിനെയൊന്നും വരികയില്ല. ഇങ്ങോട്ടൊന്നും വരികയില്ല. പന്നി വരുമോ? പന്നി വല്ലതും വരുമോ? പന്നി ശല്യം ഉണ്ടോ? ഒന്ന് പന്നി, അതെന്നത് കാട്ടുപന്നി ഇല്ലേ? പന്നി അത് എപ്പോഴും അതേ ഉള്ളൂ. പുലിയൊന്നും ഇല്ല അല്ലേ? പുലിയൊന്നും ഇല്ല ഇപ്പോൾ. പുലി ഇപ്പോഴും ഉണ്ട് അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവമുള്ള എന്നാ സാധനമായിട്ടാ? ഏറ്റവും ഉപദ്രവം നമുക്കിപ്പം വന്നുകൊണ്ടിരിക്കുന്നത് പുലി, കുരങ്ങ്. ഈ കുരങ്ങ് എങ്ങനെയാണെന്നല്ല, 5 തൊട്ട് 10 എണ്ണം ഒന്നിച്ചാണ് വരുന്നത് മരത്തെ കൂടി. അത് മരത്തെ കൂടെ നടക്കുമല്ലോ. അത് വന്ന് എല്ലാം നശിപ്പിച്ചേക്കാൻ ഇനി അവിടെ ഒന്നുമില്ല. എന്ത് പട്ടിണി കടന്നിട്ടുണ്ടോ പറയുന്നതിനൊന്നും ഒരു നാണവുമില്ല. എങ്ങനെ നാണിക്കും? ഇതുപോലുള്ള ഈ അമ്മച്ചിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. നമ്മൾ പലർക്കും അത് അവിശ്വസനീയമായിരിക്കും. ഈ പ്രായത്തിൻ്റെതായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകായികം കാണുമായിരിക്കും. ഇതുപോലെയുള്ള ഇതിലും കഷ്ടതരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ച് ഉണ്ടാക്കിയ ഇവരെ പോലുള്ള ഈ തലമുറയിൽ, ഇതിനു മുമ്പുള്ള തലമുറയിൽപ്പെട്ട ആളുകൾ, ഇല്ലേ മുൻ തലമുറയിൽപ്പെട്ട ആളുകൾ ഉണ്ടാക്കിയതാണ് ഈ സുഖ സൗഭാഗ്യങ്ങളെല്ലാം. അപ്പം അവരെയൊക്കെ വെറുതെ കളിയാക്കുന്ന രീതിയിലുള്ള ഈ ഇത്തരം കപട പരിസ്ഥിതിവാദികളെ ഒഴിവാക്കിക്കൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതാണ്, പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതാണ്, ജലവും മണ്ണും വായുവും എല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അങ്ങനെ സത്യസന്ധമായ രീതിയിലുള്ളൊരു പ്രകൃതി സ്നേഹമാകട്ടെ, പരിസ്ഥിതി സ്നേഹമാകട്ടെ നമുക്കെല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.